നമസ്കാരം. 2018 മോഹൻലാൽ എന്നൊരു സിനിമ വന്നിരുന്നല്ലോ. വിഷുവിനോ മറ്റാണ് വന്നത്, ഏപ്രിലാണ് വന്നത്. മഞ്ജു വാര്യരും നമ്മുടെ ഇന്ദ്രജിത്തുമാണ് അഭിനയിച്ചിരുന്നത്. മോഹൻലാലിനെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, എനിക്ക് ഭയങ്കര പേടിയാണ്, ഇഷ്ടമല്ല എന്ന് പറഞ്ഞ് കലവൂർ രവികുമാർ ഒരു കഥ എഴുതിയിരുന്നു. അതിനെ അപ്പടി കോപ്പി അടിച്ചതായിരുന്നു ഈ മോഹൻലാൽ എന്ന് പറഞ്ഞ സിനിമ. രവികുമാർ ഈ സിനിമാക്കാരെയൊക്കെ വിളിച്ചു, മോഹൻലാൽ എന്ന് പറഞ്ഞ സിനിമയുമായി ബന്ധപ്പെട്ടവരെയൊക്കെ വിളിച്ചു. എനിക്കൊന്ന് മഞ്ജു വാര്യരെയും വിളിച്ചു എന്ന് തോന്നുന്നു. അയാൾ ഫെഫ്ക തിരക്കഥാ യൂണിയനിൽ പരാതിപ്പെട്ടു. പക്ഷെ മോഷ്ടിച്ചവന്മാർ വഴങ്ങിയില്ല. പൂട്ട് വീഴും എന്നായപ്പോൾ പടം തുടങ്ങുമ്പോൾ നന്ദി കാർഡിൽ നന്ദി പറയാം, കലവൂർ രവികുമാറിന് ഇങ്ങനൊരു കഷ്ടപ്പെട്ടൊരു കഥയുണ്ടാക്കി ഞങ്ങൾക്ക് മോഷ്ടിക്കാൻ തന്നതിന് നന്ദി എന്നെഴുതി കാണിക്കാം, കാശ് തരാം എന്നൊക്കെയായി. പക്ഷേ കലവൂർ ഒതുങ്ങിയില്ല. സാജിദ് യാഹിയ എന്നയാളാണ് കഥ എഴുതി സംവിധാനം ചെയ്ത് ഇന്ദ്രജിത്തും മഞ്ജു വാര്യരും അഭിനയിച്ച ഈ സിനിമ, മോഹൻലാൽ എന്ന് പറഞ്ഞ സിനിമ ഉണ്ടാക്കിയിരിക്കുന്നത്. സിനിമയുടെ ചിത്രീകരണം ആരംഭിക്കും മുമ്പ് തന്നെ പരാതിയുമായി കലവൂർ രവികുമാർ ഫെഫ്കയെ സമീപിച്ചിരുന്നു. ഇക്കാര്യം പറഞ്ഞപ്പോൾ എന്നാൽ നിങ്ങൾ നന്ദി കാർഡ് ഇട്ടേക്കാം എന്നാണ് സിനിമാക്കാർ പറഞ്ഞത്. കഥയുടെ അവകാശം എനിക്ക് തന്നെ കിട്ടണം, അതെൻ്റെ അവകാശമാണ് എന്നതിൽ കലവൂർ രവികുമാർ ഉറച്ചു നിന്നു. കലവൂർ രവികുമാർ തിരക്കഥാകാരൻ ആകുന്നതിന് മുമ്പ് കേരളൗതി പത്രത്തിലെ സബ് എഡിറ്ററായിട്ട് കുറച്ചു കാലം വർക്ക് ചെയ്തിരുന്നു. സിനിമയിലെ തിരക്കഥാകൃത്തുക്കൾ എഴുതിയ ചെറുകഥകൾ സമാഹരിച്ച് കൗമുദി വാരാന്ത പതിപ്പിൽ 1 ലക്കം പ്രസിദ്ധീകരിച്ചിരുന്നു വർഷങ്ങൾക്ക് മുമ്പ്. അതിൽ മോഹൻലാലിനെ എനിക്കിപ്പോൾ ഭയങ്കര പേടിയാണെന്നുള്ള കഥയും കൊടുത്തിരുന്നു. പിന്നീട് രവികുമാർ തൻ്റെ ചെറുകഥാ സമാഹാരം ഇറക്കിയപ്പോൾ ഈ കഥയുടെ ടൈറ്റിലാണ് പുസ്തകത്തിനിട്ടത്. മോഹൻലാൽ സിനിമ കടുത്ത നിയമ നടപടിയിലേക്ക് പോയി. ഈ സിനിമയ്ക്ക് തിരക്കഥ എഴുതിയ സുധീഷ് വരനാട് എന്ന് പറഞ്ഞ ആളാണ് എഴുതിയത്. ഈ കഥ കേരളകൗമുദിയുടെ വീക്കെൻഡിൽ വരുമ്പോൾ കേരളകൗമുദിയിലെ സബ് എഡിറ്റർ ട്രെയിനി ആയിരുന്നു ഈ സുനീഷ് വരനാട്. കലവൂർ രവികുമാറുമായി നല്ല ബന്ധമുണ്ടായിരുന്നു. വരനാടിന് ഇത്രയും അടുപ്പം കലവൂരിനുണ്ടായിരുന്നിട്ട് പോലും അയാൾ ഈ പണി കൊടുത്തു എന്നുള്ളതാണ്. കഥയെടുത്ത് പരസ്യമായി മോഷ്ടിച്ചു. സിനിമയുടെ ക്രെഡിറ്റ് കാർഡിൽ കഥ സുനീഷ് വരനാടിൻ്റെ അല്ല, സംവിധായകൻ സാജിദ് യഹിയയുടെ ആയിരുന്നു കഥ. മോഷ്ടിച്ചത് അദ്ദേഹമാണെന്ന് വരട്ടെ, തിരക്കഥ മാത്രമേ ഇയാൾ എഴുതിയുള്ളൂ. 2005 കലാകൗമുദി സപ്ലിമെൻറ്റിൽ ഈ കഥ വന്നത്. 2006 പുസ്തക രൂപത്തിലുമായി. 2012 പുസ്തകത്തിൻ്റെ 2ാം എഡിഷനും ഇറങ്ങിയിരുന്നു. മോഹൻലാൽ സിനിമകൾ കണ്ട് ആരാധികയായ ഒരു ഭാര്യ കുടുംബത്തിലുണ്ടാക്കുന്ന പ്രശ്നങ്ങളായിരുന്നു വിഷയം. ഇത് അതുപോലെ ചുരണ്ടുക മാത്രമല്ല, ചിത്രത്തിന് മോഹൻലാൽ എന്ന് തന്നെ പേരുമിട്ടു. രവിയുടെ മനസ്സിൽ തോന്നിയ കൗതുക ചിന്തകളാണ് ഈ കഥയ്ക്ക് ആധാരം. ചിത്രീകരണം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ രവി ഫെഫ്കയിൽ പരാതി കൊടുത്തു. ഫെഫ്ക തിരക്കഥാ യൂണിയൻ ഇക്കാര്യം അന്വേഷിച്ചപ്പോൾ രവി പറയുന്നതിൽ കാര്യമുണ്ട് എന്ന് അവർക്ക് മനസ്സിലായി. കലവൂരിന് പ്രതിഫലവും കഥയുടെ ക്രെഡിറ്റ് നൽകാൻ ഫെഫ്ക നിർദ്ദേശിച്ചു. അതിനൊന്നും ഈ സിനിമാക്കാർ കേട്ടതായി പോലും ഭാവിച്ചില്ല. വേണമെങ്കിൽ നന്ദി കലവൂർ രവികുമാർ എന്ന് സിനിമയ്ക്ക് മുമ്പ് എഴുതി കാണിക്കാമെന്നായിരുന്നു അവരുടെ നിലപാട്. ഇപ്പോൾ ആടുജീവിതം കട്ടെടുത്തിട്ട് നന്ദി ബെന്യാമൻ, ഇപ്പോൾ ബ്ലസ്സി ആടുജീവിതം ചുരണ്ടി അതുപോലെ അങ്ങ് ചെയ്ത് ആടുജീവിതം ഒന്ന് പേര് വിട്ടു. അപ്പോൾ ബെന്യാമൻ കേസിന് പോകുമ്പോൾ പറയാണ്, നിങ്ങളങ്ങനെ കേസിനൊന്നും പോകണ്ട, നന്ദി ബെന്യാമൻ എന്ന് എഴുതി കാണിക്കാമെന്ന് പറഞ്ഞാൽ സമ്മതിക്കുമോ? അതുപോലെ ആരാച്ചാർ അടിച്ചു മാറ്റിയിട്ട് നന്ദി KR മീര എന്നെഴുതി കാണിച്ചാൽ ആരെങ്കിലും സമ്മതിക്കുമോ? അവാർഡ് നോവലുണ്ടല്ലോ, കഴിഞ്ഞ വർഷത്തെ വയലാർ അവാർഡ് വാങ്ങിച്ച തവമയുടെ അച്ഛൻ ചുരണ്ടിയിട്ട് നന്ദി സന്തോഷ് കുമാർ എന്നെഴുതി കാണിക്കട്ടെ എന്ന് പറഞ്ഞാൽ എന്താ ഉത്തരം പറയണ്ടേ? നല്ല കൈബലമുള്ളവനാണെങ്കിൽ കരണ കുറ്റിക്കിട്ട് അടിച്ചു കൊടുക്കും, ഇല്ലേ? അക്ഷരങ്ങൾ കൊണ്ട് മാത്രം ജീവിക്കുന്ന ആളായിരുന്നു അന്ന് കലവൂർ രവികുമാർ. ഇഷ്ടമടക്കം തുടരെ തിരക്കഥകൾ അദ്ദേഹം എഴുതി. പിന്നെ കുറേ നോവലുകളും കഥകളും ഒക്കെ നോവലില്ല, പുസ്തകങ്ങൾ എഴുതി.
കഥകൾ എഴുത്ത് വാരികൾ തുടർന്നു. അങ്ങനെയൊക്കെയാണ് രവി വരുമാനം ഉണ്ടാക്കിയിരുന്നത്. ഇപ്പോൾ ഒരു ചാനലിൻ്റെ ഫിക്ഷൻ കേട്ടാണല്ലോ, ലോട്ടറി അടിച്ച പോലെ ആയി കാണും, നല്ല കാശ് സമ്പാദിച്ചു കാണും. അതുപോട്ടെ, ഫിഫ്ക നിർദ്ദേശിച്ച കാര്യങ്ങളൊന്നും ചെയ്യാൻ മോഹൻലാൽ സിനിമാക്കാർ തയ്യാറാകാതെ വന്നപ്പോൾ രവി കോടതിയെ സമീപിച്ചു. സിനിമയുടെ വരുമാനത്തിൻ്റെ 25% തനിക്ക് നഷ്ടപരിഹാരമായി നൽകണം എന്നതായിരുന്നു രവിയുടെ ഡിമാൻഡ്. ഒത്തുതീർപ്പിന് വഴങ്ങിയാൽ കോടതി അടുത്ത സ്റ്റെപ്പിലേക്ക് നീങ്ങും. അപ്പോഴും കട്ടവന്മാർക്ക് അല്ലെങ്കിൽ മോഷ്ടിച്ചവന്മാർക്ക് ഒരു കുലുക്കവുമില്ല. സിനിമയുടെ ഭക്ഷണം കഴിക്കുന്ന താൻ ഒരു സിനിമയെ തടഞ്ഞതിൽ വ്യക്തിപരമായി രവികുമാറിന് വിഷമവുമുണ്ട്. മറ്റേ കൂട്ടർ രവിക്കെതിരെ വ്യക്തിപരമായ ആക്ഷേപങ്ങളിലേക്ക് കടന്നു. അരിയും തിന്ന് വീട്ടുകാരത്തെയും കടിച്ചിട്ടും പൂച്ചയ്ക്കാണ് മുറുമുറുപ്പ് എന്ന് പറഞ്ഞ പോലെയായിരുന്നു കാര്യങ്ങൾ. കോടതിയും രവിക്ക് വേണ്ടി വാദിച്ച വക്കീലും കോപ്പിറൈറ്റിൻ്റെ അന്തസത്ത നന്നായി മനസ്സിലാക്കി വിധി നടപ്പിലാക്കി. മോഹൻലാൽ എന്ന സിനിമ രവികുമാറിൻ്റെ മോഹൻലാലിനെ എനിക്ക് പേടിയാണ് എന്ന കഥ അപ്പാടെ മോഷ്ടിച്ചതാണെന്ന് കോടതി വിധിച്ചു. ഇത് വെറും ആശയപരമായ ചുരണ്ടലല്ല, കഥ മോഷണം തന്നെയാണെന്നായിരുന്നു വിധി പ്രസ്താവം. രവി പറയുന്ന കാശ് കൊടുക്കേണ്ട അവസ്ഥ വന്നു. പക്ഷേ കലവൂർ രവികുമാർ മാന്യത കാണിച്ചു. എനിക്ക് 5 ലക്ഷം രൂപ വാങ്ങി കേസ് അവസാനിപ്പിക്കാൻ തയ്യാറാണ് എന്ന് അയാൾ കോടതിയിൽ അറിയിച്ചു. തൻ്റെ സിനിമയ്ക്കെതിരെ കഥാമോഷണം ആരോപിച്ച് കേസിന് പോകുന്നതിനേക്കാൾ നല്ലത് പിടിച്ചു പറിക്കാൻ പോകുന്നതാണെന്നും കേസ് കൊടുത്താൽ ഒന്നും സംഭവിക്കില്ല എന്നുമൊക്കെ സംവിധായകൻ ഫേസ്ബുക്കിൽ അതിനു മുമ്പ് വച്ച് കാച്ചിയിരുന്നു. മോഹൻലാൽ ആരുടെയും സ്വകാര്യ സ്വത്തല്ല എന്നും ഈ സംവിധായകൻ യാഹ്യ വാചമടിച്ചു. ഈ പകർപ്പവകാശ കേസിൽ വിധി പറഞ്ഞത് തൃശ്ശൂർ അഡീഷണൽ ജില്ലാ ജഡ്ജായിരുന്ന കെ രാമകൃഷ്ണനാണ്. ഇവിടെ കലവൂരിനായി വാദിക്കാനെത്തിയത് KN പ്രശാന്ത് എന്ന യുവ അഭിഭാഷകനായിരുന്നു, ചെറുപ്പക്കാരനായിരുന്നു. ഇന്ത്യയിൽ അക്കാലം വരെ നടന്നിരുന്ന 165ഓളം കോപ്പി റൈറ്റ്സ് കേസുകൾ മുഴുവൻ പഠിച്ച ശേഷമാണ് KN പ്രശാന്ത് കോടതിയിൽ വാദിക്കാനെത്തിയത്. എന്നാൽ എതിർപക്ഷക്കാർ നല്ല കാശു മുടക്കി ഹൈക്കോടതിയിലെ 4 അഭിഭാഷകരെ എത്തിച്ചു. ഇവർക്ക് മുന്നിൽ KN പ്രശാന്ത് ഒറ്റയ്ക്ക് വാദിച്ചു ജയിച്ചു. ഈ വക്കീലിപ്പോൾ പ്രശാന്ത് ഇപ്പോൾ ജഡ്ജാണ്. അദ്ദേഹത്തിൻ്റെ മുന്നിൽ വരുന്ന ഇത്തരം തട്ടിപ്പുകൾക്ക് നല്ല വിധികൾ അദ്ദേഹം പുറപ്പെടുവിക്കട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം. കഥ മോഷ്ടിക്കാത്തൊരു തിരക്കഥാകൃത്തിനെ പറയാൻ എന്നോട് ആരെങ്കിലും പറഞ്ഞാൽ ഞാൻ പറയും ഇച്ചിരി പുളിക്കും എന്ന് പറയും. ചുരുങ്ങിയത് ക്യാനിൽ നിന്ന് വരുന്ന പടങ്ങളെങ്കിലും ചുരണ്ടാത്ത ഒരു തിരക്കഥാകൃത്തും മലയാളത്തിലില്ല എന്നാണ് എൻ്റെ വിശ്വാസം. അതിൽ മാന്യനാര് എന്ന് ചോദിച്ചാൽ ഞാൻ പറയും അത് പ്രിയദർശൻ മാത്രമാണെന്ന്. തൻ്റെ സിനിമ വിജയിക്കണമെന്നുള്ള ഒരൊറ്റ ചിന്തയെ പ്രിയദർശനുള്ളൂ. അതിനേത് സിനിമയും പ്രിയൻ ചുരണ്ടും, ഏത് പുസ്തകത്തിലെ ചാപ്റ്ററും എടുക്കും, ഏത് പാട്ടിൻ്റെ ട്യൂണും മോഷ്ടിക്കും. ഇതല്ലേ എന്ന് ആരെങ്കിലും അന്വേഷിച്ച് കണ്ടുപിടിക്കുകയും വേണ്ട. കാരണം അദ്ദേഹം തന്നെ തുറന്നു പറയും, ഈ പാട്ട് ഹിന്ദിയിലെ ഇന്ന പാട്ടിനെ ഞാൻ അതുപോലെ ചെയ്യാൻ മ്യൂസിക് ഡയറക്ടറോട് പറഞ്ഞതാണ്, മറ്റേ സിനിമയിലെ ആ സീനാണ് ഞാൻ ഈ പടത്തിൽ ഉപയോഗിച്ചതെന്നൊക്കെ തുറന്നു പറയുന്ന ഏക സംവിധായകനെ മലയാളത്തിലുള്ളൂ, അത് പ്രിയദർശനാണ്. അത്രയെങ്കിലും മാന്യത സിനിമാക്കാർ കാട്ടണമായിരുന്നു. ഞാൻ പലവട്ടം പറഞ്ഞതാണ് എൻ്റെ ഗുരുനാഥന്മാരിൽ ഒരാളിൻ്റെ കഥമോഷണത്തെക്കുറിച്ച്. ലോഹിതദാസിൻ്റെയും ശ്രീനിവാസൻ്റെയും തിരക്കഥകളൊഴിച്ച് വേറെ ആരൊക്കെ എഴുതിയിട്ടുണ്ടോ അതിലെല്ലാം കയറി പുള്ളി ടൈറ്റിൽ വെച്ച് മേഞ്ഞിട്ടുണ്ട്. കഥ അദ്ദേഹത്തിൻ്റെതായി വയ്ക്കും. തിരക്കഥ എഴുതുന്നവരോട് തുറന്നു പറയും, താങ്കളുടെ പേരിനൊപ്പം എൻ്റെ പേര് കൂടി അതിലങ്ങ് ചാർത്തു വന്നു, എനിക്ക് താങ്കളെ കൂടെ ഇതിൽ എഴുതിയിരുന്നു എന്ന് പറയാൻ ഭയങ്കര ബഹുമാനമാണ്, ആഗ്രഹമാണെന്നൊക്കെ പറഞ്ഞ് വീഴ്ത്തു. നജിൻ ഗോയ, KV മോഹൻകുമാർ IAS, ശ്രീവരാഹം ബാലകൃഷ്ണൻ, S ജയചന്ദ്രൻ നായർ, കലാകൗമുദിയുടെ എഡിറ്ററായിരുന്ന S ജയചന്ദ്രൻ നായർ, ഇവരുടെ എല്ലാം കൂടെ ചാഞ്ഞ് എന്താ പറയുക ടൈറ്റിലിൽ അദ്ദേഹത്തിൻ്റെ പേര് പോയിട്ടുണ്ട്. ഇവരിൽ നജിൻ ഗോയ്ക്ക് കിട്ടിയതാണ് ഏറ്റവും വലിയ ക്രൂരത. എന്തോ ആവശ്യത്തിന് തിരുവനന്തപുരത്ത് വന്നപ്പോൾ നജിൻ ഗോയ്ക്ക് ഒരാഗ്രഹം, ഫിലിം ഫെസ്റ്റിവലിനാണോ NFDCക്കാണോ അല്ല, ഫിലിം ഫെസ്റ്റിവലിനാണ് നജിൻ ഗോയ വന്നതെന്ന് തോന്നുന്നു. തലസ്ഥാനത്തെത്തി NFDCയിൽ ഒരു പ്രോജക്റ്റ് കൊടുക്കേണ്ടത് എങ്ങനെ എന്നറിയണം. കഷ്ടകാലത്തിന് ആരോ പറഞ്ഞു കൊടുത്തു ഇദ്ദേഹത്തെ പോയി കാണാൻ. ആരെ? എൻ്റെ ഗുരുനാഥനെ കണ്ടു, വീട്ടിൽ പോയി കണ്ടു, സംസാരിച്ചു.
NFDCയിൽ കൊടുക്കാൻ പോകുന്ന കഥയെപ്പറ്റി തിരക്കി. വേറെ കഥകളൊക്കെ ഉണ്ടോ എന്നും തിരക്കി. അയാൾ തുടക്കക്കാരനല്ലേ. നജീം കോയ മനസ്സിലുള്ള കഥകൾ മുഴുവൻ പറഞ്ഞു. കരൾ മാറ്റിവെക്കേണ്ട ഒരു ഹാജിയാർക്ക് ഒരു പൂജാരിയായ ബ്രാഹ്മണ യുവാവ് 10 ലക്ഷം രൂപ വാങ്ങിയിട്ട് തൻ്റെ കരൾ പകുത്തു കൊടുക്കാൻ തയ്യാറാവുന്ന ഒരു കഥ സംവിധായകൻ കയറി കൊണ്ടു. ഇത് ഏൽക്കും എന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. അതിൽ കയറി അങ്ങേരെ പിടിച്ചു. ഈ കഥ വിശദമാക്കി എഴുതിത്തരാൻ അദ്ദേഹം പറയുന്നു. നജീം കോയ വിശദമായി എഴുതി കൊടുക്കുന്നു. സന്തോഷ് ചിക്കാനം എന്ന പുതിയ തിരക്കഥാകാരനായ കഥാകാരനെ തിരക്കഥ എഴുതാൻ ഏൽപ്പിക്കുന്നു. അന്നയും റസൂലും, ബാച്ചിലർ പാർട്ടി, ഞാൻ, സ്റ്റീവ് ലോപ്പസ് മുതലായ ശ്രദ്ധേയമായ സിനിമകൾക്ക് തിരക്കഥ എഴുതി വരുന്ന സമയമാണ് സന്തോഷ് ചിക്കാനത്തിൻ്റെ. എൻ്റെ സിനിമയിലെ നായകനായിരുന്ന സംവിധായകൻ ലാലും ഉണ്ണി മുകുന്ദനും ഹാജിയാരും പൂജാരിയുമായി. എറണാകുളത്ത് 5 സ്റ്റാർ ഹോട്ടലായ ക്രൗൺ പ്ലാസയിൽ വെച്ചായിരുന്നു പൂജ. മോഹൻലാൽ വന്ന് പൂജയ്ക്ക് വിളക്ക് കൊളുത്തു. തലേന്ന് തന്നെ എല്ലാം റെഡിയായി. വലിയ ഫ്ലക്സ് വെച്ചു. അതിലാകപ്പാടെ ഒരു കുറവേ ഉള്ളൂ, കഥാകൃത്തിൻ്റെ പേരില്ല. പൂജയ്ക്ക് നജീം കോയയെ വിളിച്ചതുമില്ല. പരാതി ബി ഉണ്ണികൃഷ്ണനിലേക്ക് പോയി. എന്നെ ആതിഥേയനായ അതിഥിയായി എൻ്റെ ഗുരുനാഥൻ വിളിച്ചിട്ടുണ്ട് പൂജയ്ക്ക് പങ്കെടുക്കാൻ. ഞാൻ എത്തുകയും ചെയ്തു തലേന്ന് തന്നെ. കാരണം വെളുപ്പിനാണ്, രാവിലെ 6 മണിക്കാണ് സ്വിച്ച് ഓൺ. കാരണം ഇത് കഴിഞ്ഞിട്ട് ആലപ്പുഴ പോയിട്ട് വേണം അദ്ദേഹത്തിന് ഫാസിലിൻ്റെ പടത്തിൽ ഗീതു മോഹൻദാസും സംയുക്ത വർമ്മയും അഭിനയിച്ച ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ അതിൽ അഭിനയിക്കാൻ പോകണം മോഹൻലാൽ. അപ്പോൾ 6 മണിക്കാണ് സ്വിച്ച് ഓൺ വെച്ചിരിക്കുന്നത്. എന്നെ പാതിരാത്രി ഉണ്ണി വിളിക്കുന്നു. നാളെ തൻ്റെ ഗുരുനാഥൻ്റെ പൂജയ്ക്ക് വിളക്ക് കൊളുത്താൻ ലാൽ സാർ വരില്ല, വരാൻ ഞാൻ സമ്മതിക്കില്ല. എന്ത് കാര്യം? ഉണ്ണി വിശദമായി എന്നോട് കാര്യം പറഞ്ഞു. ഈ വിവരം ദിനേശ് ഒന്ന് ഗുരുനാഥനോട് പാസ് ചെയ്തേക്കാൻ പറഞ്ഞിട്ട് ഉണ്ണികൃഷ്ണൻ ഫോൺ വെച്ചു. ഞാൻ കഥയുടെ ഗൗരവം ഗുരുനാഥനോട് വിളിച്ചു പറഞ്ഞു. മോഹൻലാൽ വരില്ല, ഉറപ്പായിട്ടും ഉണ്ണികൃഷ്ണൻ വരാൻ സമ്മതിക്കില്ല. ഗുരുനാഥൻ ഓട്ടം പിടിച്ചു. ദിനേശേ, എനിക്കൊരു തെറ്റ് പറ്റിയതാണ്, തിരുത്താൻ ഞാൻ. ദിനേശ് ഒന്ന് ഇടപെട് എന്നായി ഗുരുനാഥൻ. ഞാൻ ഇടപെട്ടു. പാതിരാത്രിയിൽ ഉണ്ണി മോഹൻലാലുമായി രാവിലെ 6 മണിക്ക് തന്നെ എത്തി. വിളക്ക് കൊളുത്തി. മോഹൻലാൽ പോയി. ഉണ്ണി എൻ്റെ വത്സല ഗുരുനാഥനായ കക്ഷിയെ നന്നായിട്ട് വിരട്ടി ഒരു മുറിക്കകത്ത് കയറ്റി. തെറ്റുപറ്റി, മന്നിച്ചിടുങ്ങോ എന്ന് ലാലുവല്ലു എന്ന് ഗുരുനാഥൻ.